നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. സമകാലീന വിഷയങ്ങളെ ആഴത്തിൽ സമീപിക്കുന്ന ഒരു ചിത്രത്തിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈ വലയം പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്. ഇന്നത്തെ സമൂഹത്തെ വേട്ടയാടുന്ന അതിവേഗ സാങ്കേതിക പുരോഗതിയും അതിൽ പെട്ടുപോകുന്ന മനുഷ്യബന്ധങ്ങളെ കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ചിത്രമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നു. GDNS എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ജോബി ജോയ് വിലങ്ങൽപ്പാറ നിർമ്മിച്ച ഈ ചിത്രം പ്രശസ്ത പരസ്യ സംവിധായകയായ രേവതി എസ് വർമ്മയാണ് കഥയെഴുതി സംവിധാനം ചെയ്യുന്നത്. സിനിമ മെയ് 30-ന് തിയേറ്ററുകളിലെത്തും. പുതിയ തലമുറയെ ബാധിച്ചിരിക്കുന്ന മൊബൈൽ അഡിക്ഷൻ എന്ന അത്യന്തം പ്രസക്തമായ സാമൂഹിക വിഷയം മുന്നോട്ട് വയ്ക്കുന്ന ചിത്രം പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവമായി മാറുമെന്നത് ഉറപ്പാണ്. സ്കൂൾ കുട്ടികൾ മുതൽ യുവജനങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്ന സ്ക്രീൻ അഡിക്ഷൻ വ്യക്തി ജീവിതങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും എങ്ങനെ തകർക്കുമെന്നതാണ് ചിത്രം ചർച്ച ചെയ്യപ്പെടുന്നത്. ടെക്നോളജിയുടെ സൗകര്യങ്ങൾക്കും അതിൻ്റെ അപകടങ്ങൾക്കും ഇടയിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സുകളുടെ കഥയാണിത്. രഞ്ജി പണിക്കർ, നന്ദു, മുത്തുമണി, ഷാലു റഹീം, ആശ്ലി ഉഷ തുടങ്ങിയ മികച്ച അഭിനേതാക്കളാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രധാന സ്ഥാനം നേടിയ ഹംപിയുടെ മനോഹാരിത പകർത്തിയ ഗാനരംഗങ്ങൾ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. നവാഗതനായ ശ്രീജിത്ത് മോഹൻദാസ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന് ബോളിവുഡിൽ ശ്രദ്ധേയനായ അരവിന്ദ് ഛായാഗ്രഹണം നൽകും. റഫീഖ് അഹമ്മദ് എഴുതിയ ഗാനങ്ങൾക്ക് ചെറി അമൽദേവ് സംഗീതം നൽകും. മധു ബാലകൃഷ്ണൻ, ലതിക, സംഗീത, ദുർഗ വിശ്വനാഥ്, വിനോദ് ഉദയനാപുരം എന്നിവരാണ് പ്രശസ്ത ഗാനങ്ങൾ പാടിയിരിക്കുന്നത്.